പൊയ്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്തിലെത്തിയ ആൾ ആക്രമിച്ചത്. പ്രതിഷേധം ഫലം കണ്ടു. സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ കലാഭവൻ മണി സ്മാരക പാർക്കിന്റെ കവാടം വൃത്തിയാക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നു. എല്ലാ അടിയന്തര സേവനങ്ങൾക്കും ഇനി 112 എന്ന നമ്പറിൽ വിളിക്കാം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൊയ്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്തിലെത്തിയ ആൾ ആക്രമിച്ചത്. സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ശനിയാഴ്ച 11:30-ഓടെയാണ് സംഭവം. മഠത്തുംപടി സ്വദേശിയായ മാളിയക്കൽ ജോസ് എന്നയാളാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തി തന്നെ ആക്രമിച്ചതെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു 11:20 ജോസ് MK മാളിക്കൽ ഓഫീസ് മഠത്തുംപടി എന്ന അയാൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സ്വപ്ന എന്ന ക്ലർക്കുമായി സംസാരിക്കുന്നത് കണ്ടു. മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സെക്രട്ടറിനെയും എന്നെയും വഴക്ക് പറഞ്ഞതിന് എന്നെ അപായപ്പെടുത്താൻ നോക്കിയതിനും മാളെ SHOയ്ക്കും SP-ക്കും തദ്ദേശ വകുപ്പ് മന്ത്രിക്കും ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇന്ന് 3-4 ദിവസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറി വരണമെന്ന് സ്റ്റാഫ് എന്നോട് പറയണേ. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇന്നാണ് ഞാൻ അയാളെ കണ്ടത്. ഇയാളെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാനും വൈസ് പ്രസിഡന്റും കൂടി മുറിയിൽ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എല്ലാ മാസവും 1-ാം തീയതി നടക്കുന്ന എൻ്റെ വാർഡ് തല മീറ്റിംഗ് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഹാളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്ക് ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് മാസ്ക് ധരിച്ച് താഴെ നിന്ന് വരുന്നവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായി. പക്ഷെ എന്നാൽ ഞാൻ ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഇയാൾ എന്നെ കടന്നു പിടിക്കുകയും എൻ്റെ സാരി വലിച്ചു കീറുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിലൊരു സംസാരമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ കൊതറി മാറിയപ്പോൾ ഞാനും അയാളും വീണു. പെട്ടെന്ന് മുകളിൽ നിന്ന് CDS മെമ്പർ രാധാമണി സുരേഷ് ഇറങ്ങി വന്ന് ഇയാളെയും എന്നെയും കണ്ടപ്പോൾ എന്തെന്ന് ചോദിച്ചു. ഞാൻ ഒച്ചയെടുത്തപ്പോൾ ഇയാൾ താഴേക്ക് പോയി. ഇതിനു മുൻപും ഇയാൾ പഞ്ചായത്തിലെത്തി തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ കേസ് നടക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ജോസിനെതിരെ മാള പോലീസിൽ പരാതി നൽകി. ഡെയ്സി തോമസ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് പൂപ്പത്തിയിൽ ഹർത്താൽ ആചരിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ എത്തി വനിത കൂടിയായ പ്രസിഡന്റിനെ ആക്രമിച്ചയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും നടത്തി. മീഡിയ ടൈം, മാള. പ്രതിഷേധം ഫലം കണ്ടു. കലാഭവൻ സ്മാരക പാർക്കിന്റെ കവാടം വൃത്തിയാക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ പ്രവേശന കവാടത്തിലെ ബോർഡ് വൃത്തിയാക്കുന്ന പ്രവർത്തികളാണ് നടക്കുന്നത്. ബോർഡ് വികൃതമായി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇത് വൃത്തിയാക്കുവാൻ ഇതുവരെയും ബന്ധപ്പെട്ടവർ തയ്യാറായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളും അരങ്ങേറിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വൃത്തിയാക്കുന്ന പ്രവർത്തികൾ നടത്തുന്നത്. മണിയുടെ 9ാം ചരമദിനാചരണം മാർച്ച് 6-ന് നടത്താനിരിക്കെ മണി പാർക്കിന്റെ കവാടം വൃത്തിയാക്കുന്നത് മണിയുടെ ആരാധകർക്ക് ആശ്വാസം നൽകുകയാണ്. MLA-യുടെയും ചാലക്കുടി നഗരസഭ ഭരണസമിതിയുടെ കലാഭവൻ മണിയോടുള്ള അനാദരവിനെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. സ്മാരകം നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 3 കോടി രൂപ അനുവദിക്കുകയും 1.5 വർഷം മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഊരുളാങ്കൽ ലേബർ സൊസൈറ്റിയെ നിർമ്മാണം ഏൽപ്പിച്ചുവെങ്കിലും ഇതുവരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഇതിനാവശ്യമായ യാതൊരുവിധ ഇടപെടലും MLA-യുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി. പാർലമെന്ററി പാർട്ടി ലീഡർ DS സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ലീഡർ ബിജി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. KS സുനോജ്, ശൈലജ സുനിൽ, ലില്ലി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആ സ്മാരകം പണിയാതിരിക്കാൻ ഈ ചാലക്കുടി നഗരസഭയും MLA അങ്ങനെ പുറപ്പാടുണ്ടെങ്കിൽ അത് ഞങ്ങളിന് വെച്ച് പൊറപ്പിക്കില്ല. ഇത് അവസാന വാക്കാണ്. ഇനി ഇതിന്റെ മുന്നിൽ ഞങ്ങൾ തന്നെ ഉണ്ടോ? 1-2 പ്രാവശ്യം ഞങ്ങൾ കേട്ടിരുന്നു മറ്റേ
നിയമസഭയിൽ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഉന്നയിച്ച മാത്രം പോരാ, ഞാൻ ഇദ്ദേഹത്തോട് വീണ്ടും വീണ്ടും പറയുന്നു, ഒന്ന് കൊരട്ടി കോനൂർ വരെ പോവാ. അവിടെ ചാലക്കുടിയാക്കി മാറ്റിയ ഒരു MLA ഉണ്ട്. അദ്ദേഹത്തിനും ചെന്ന് കഴിഞ്ഞാൽ പറയാം, ദേവസ്യേട്ടാ എനിക്ക് അറിയാണ്ടാണ്, ഒന്നും എനിക്ക് പഠിപ്പിച്ചു തരൂ. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിന്റെ ഭാഗമായുള്ള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം സംവിധാനത്തിന്റെ ഭാഗമായി പോലീസ് സേവനങ്ങൾ 100-ൽ നിന്ന് 112 എന്ന നമ്പറിലേക്ക് മാറ്റി. പോലീസ്, ഫയർ, ആംബുലൻസ് അങ്ങനെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും 112 എന്ന നമ്പറിൽ ഇനി വിളിക്കാം. കേരള പോലീസ് ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പങ്കുവച്ചതാണ് ഈ വിവരങ്ങൾ. കേരളത്തിൽ എവിടെ നിന്ന് 112ലേക്ക് വിളിച്ചാലും തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്കാവും കോൾ എത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ അതിവേഗം വിവരങ്ങൾ ശേഖരിച്ച് സേവനമെത്തേണ്ട സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് സന്ദേശം കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. GPS സഹായത്തോടെ ഓരോ പോലീസ് വാഹനവും എവിടെയുണ്ടെന്ന് കൺട്രോൾ റൂമിൽ അറിയാനാകും. ആ വാഹനത്തിൽ ഘടിപ്പിച്ച ടാബിലേക്കാണ് സന്ദേശം എത്തിക്കുന്നത്. ഇതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിവേഗം പ്രവർത്തിക്കാം. ജില്ലാ കൺട്രോൾ റൂമിലേക്കും സമാനമായി സന്ദേശം നൽകും. ഔട്ട്ഗോയിങ് സൗകര്യമില്ലാത്തതോ താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരിക്കുന്നതോ ആയ നമ്പറുകളിൽ നിന്ന് പോലും 112 എന്ന നമ്പറിലേക്ക് വിളിക്കാം. മൊബൈൽ ഫോണുകളിൽ നിന്നും ലാൻഡ് ഫോണിൽ നിന്നും ഈ സൗകര്യം ലഭ്യമാണ്. പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ SOS ബട്ടൺ വഴിയും നിങ്ങൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിഞ്ഞാലക്കുടയിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കമ്പനിയായ ഐഡിയയിൽ ചേർന്നിട്ടുള്ള BI എന്ന് പറയുന്ന വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനി, മറ്റൊന്ന് എയർടെൽ, ഭാരതി എയർടെൽ, മറ്റൊന്ന് BSNL. അപ്പൊ നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നതെന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നിങ്ങളാകെ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ മറ്റേതെങ്കിലും MSOയുടെ സിഗ്നലുമായി വന്നിട്ടുള്ള ഒരു ചാക്കോച്ചനെയോ അല്ലെങ്കിൽ ഒരു വർഗീസിനെയോ അല്ലെങ്കിൽ ഒരു മൊയ്തീൻകുട്ടിനെയോ അല്ലെങ്കിൽ ഒരു ജയകൃഷ്ണനെയോ ഒക്കെയാണ്. യഥാർത്ഥത്തിൽ മത്സരം നിങ്ങളും അവർ തമ്മിലല്ല. മത്സരം കേരള വിഷനും റിലയൻസും തമ്മിലാണ്. മത്സരം കേരള വിഷനും വോഡാഫോൺ ഐഡിയയും തമ്മിലാണ്. മത്സരം കേരള വിഷനും ഭാരതി എയർടെലും തമ്മിലാണ്. മത്സരം കേരള വിഷനും BSNL തമ്മിലാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P ആന്റണി, ട്രഷറർ CJ ജോസ്, TCB ഫിനാൻസ് ഡയറക്ടർ ജോർജ് ലിയോ, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി, KCSL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCSL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ഡയറക്ടർ P ഗോപകുമാർ, കൺവീനർ മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവാഘോഷങ്ങൾ തുടരുകയാണ്. 4ാം ദിവസം ദേവി മഹാത്മ്യ പാരായണ യജ്ഞം നടന്നു. ഡോക്ടർ വിജയൻ കാരുമാത്ര ഭദ്രദീപം കൊളുത്തി, തുടർന്ന് പ്രഭാഷണം നടത്തി. ക്ഷേത്രത്തിൽ ഇന്ന് ഒരു വിശേഷ സപര്യ സമാരംഭിക്കുകയാണ്, അല്ലെങ്കിൽ നിർവഹിക്കുകയാണ്. വൈവിധ്യമാർന്ന ആരാധനകളുടെ ഒരു വേദിയാണ് ക്ഷേത്രം.
ആ ആരാധനകൾ ഉത്സവ സന്ദർഭത്തിൽ മിക്കവയും പ്രായോഗികമാക്കി തീർക്കുന്നു. അതിലൊന്നാണ് ഇതുപോലുള്ള പുരാണ പാരായണം. താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വിശേഷമായിട്ട് പറയുന്നുണ്ട്, ഭാരതാനി ഇതിഹാസാനി തത്തദ്ദൈവോചിതാനി വ ഭക്തിവിശ്വാസപൂർവന്തു പഠേദ്ദേവസ്യ സന്നിധൗ. ദേവൻ്റെ സന്നിധിയിൽ മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളും. പാമ്പുമേക്കാട്ടുമന PS ജാതവേദൻ നമ്പൂതിരി യജ്ഞപൗരാണികർക്ക് ആദരവ് സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് ദീപാരാധന, ശ്രീഭൂതബലി, പ്രസാദൂട്ട് എന്നിവ നടന്നു. നാളെ പ്രതിഷ്ഠാ ദിനവും തിങ്കളാഴ്ച പള്ളിവേട്ടയും ചൊവ്വാഴ്ച ഭരണി മഹോത്സവവും ആഘോഷിക്കും. മാളക്കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 50ാമത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജ് ഡേ ആഘോഷിച്ചു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 50 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് അതിൻ്റെ ഗോൾഡൻ ജൂബിലിയിൽ കൂടെ കടന്നു പോകുന്നു ഈ സ്ഥാപനം. ഒരു പക്ഷേ ഒരു കാലത്ത് ഇവിടെയുള്ള യുവത്വത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥലമില്ലാതിരുന്നപ്പോൾ ആ സ്ഥലമൊരുക്കി ഈ നാടിനെ അറിവിൻ്റെ ലോകത്തിലേക്ക് പിടിച്ചുയർത്തിയ ഒരു സ്ഥാപനമാണ് ഇത്. അതിൽ പങ്കുപറ്റിയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ, പനപ്പള്ളി കോളേജിലൊന്നും സീറ്റ് കിട്ടില്ല എങ്കിലും ഇവിടെ ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം വളരെ സുന്ദരമായി നടന്ന് കഥകൾ പറയാനുണ്ട് 50 വയസ്സെത്തിയ ഈ അമ്മയ്ക്ക്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ആഘോഷത്തിലേക്ക്, ഈ കോളേജിലെ ആഘോഷത്തിലേക്ക്, ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യ മനസ്സിനെ പോലെ മായാചാരം കാണിക്കുന്ന എന്താണ് ഈ ലോകത്തുള്ളത്? മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, PSC അംഗം അഡ്വക്കേറ്റ് CB സ്വാമി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കോളേജ് മുൻ പ്രിൻസിപ്പളും മാനേജറുമായിരുന്ന ജോൺ കൊള്ളന്നൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ബർസാർ ഫാദർ ഷിജോ തറയിൽ, വാർഡ് മെമ്പർ ലിസി സേവ്യർ, അഡ്വക്കേറ്റ് പോളി ആന്റണി, കോളേജ് ചെയർമാൻ PB നിരഞ്ജൻ, പ്രിൻസിപ്പൽ EJ ജോളി, AR ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മ്യൂസിക് ഫ്യൂഷൻ സീരിയൽ ആർട്ടിസ്റ്റും മിസ് കേരള മലയാളി മംഗ അംഗീകാരം നേടിയ ശ്രീലക്ഷ്മി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൂൺ ഗ്രാമം പദ്ധതി പ്രകാരം പെരിഞ്ഞനത്ത് നടത്തിയ ചിപ്പി കൂൺ കൃഷി വിളവെടുത്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി അടിസ്ഥാനമാക്കി തീരദേശ മേഖലയിലെ കാർഷിക ശാക്തീകരണത്തിനായി കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മതിലകം ബ്ലോക്കിന് കീഴിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത്. പെരിഞ്ഞനം കാരയിൽ ജ്യോതി സുനിൽകുമാർ, പുന്നിലത്ത് നദീറ ഹനീഫ എന്നിവരാണ് കൂൺ കൃഷി വിജയകരമായി വിളയിച്ചത്. ET ടൈസൺ MLA കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, CDS ചെയർപേഴ്സൺ സരിത കണ്ണൻ, കൃഷി ഓഫീസർ PA നാനു, കർഷകരായ ജ്യോതി, നദീറ തുടങ്ങിയവർ സംസാരിച്ചു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കാര്യക്ഷമമായി നടപ്പാക്കുക, തരം മാറ്റുന്നതിനു വേണ്ടി തരിശിടുന്ന രീതി അവസാനിപ്പിക്കുക, അവശേഷിക്കുന്ന പട്ടയങ്ങൾ അടിയന്തരമായി വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഷനീത് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി TK രാജു CPI, തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ,
CK ഗിരിജ, MS വിനയകുമാർ, നൌഷാദ് കറുകപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്ങാണം മഹല്ല് കനിവ് ജീവകാരുണ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ കോൺഫിഡൻസ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത മോട്ടിവേറ്റർ ഫയാസ് ഹബീബ് ക്ലാസിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഇസ്മായിൽ, സെക്രട്ടറി VS സുബൈർ, കനിവ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സെക്രട്ടറി റിയാസ് വെളുത്തേരി, കരീം വാഴക്കാമടം, ഷംസുദ്ദീൻ മഞ്ഞന, ഷഫീർ, ഹനീഫ, റഷീദ്, മുഹമ്മദ് യാസിർ, സാദിഖ് മൗലവി, ഷുക്കൂർ, മുഹ്സിൻ എന്നിവർ സംബന്ധിച്ചു. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3-ന് ആരംഭിക്കും. ദിവസവും രാവിലെ 9:30 മുതൽ 11:45 വരെയാണ് SSLC പരീക്ഷ. +2 പരീക്ഷ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 4:15 വരെയാണ്. പരീക്ഷകൾ 26-ന് അവസാനിക്കും. ചാലക്കുടി നഗരസഭയുടെയും ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി അധ്യക്ഷയായി. കൗൺസിലർമാരായ നിത പോൾ, ആനി പോൾ, ദിബു ദിനേശ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന വനിതകൾക്ക് കിഴങ്ങുവർഗ കിറ്റ് വിതരണം ചെയ്തു. 1,60,050 രൂപ ചെലവിട്ട് 433 വനിതകൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, കൃഷി ഓഫീസർ KA മേഘ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, തരം മാറ്റുന്നതിന് തരിശിടരുത്, അന്യായമായ തരം മാറ്റം അനുവദിക്കരുത്, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചാലക്കുടി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. CK ശശി അധ്യക്ഷത വഹിച്ചു. BD ദേവസി, KS അശോകൻ, PK കൃഷ്ണൻകുട്ടി, EK അനൂപ്, MM രമേശൻ, ശ്യാംഭവി രാജൻ, ഉഷ ഗോപി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്തിലെത്തിയ ആൾ ആക്രമിച്ചത്. പ്രതിഷേധം ഫലം കണ്ടു. സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ കലാഭവൻ മണി സ്മാരക പാർക്കിന്റെ കവാടം വൃത്തിയാക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നു. എല്ലാ അടിയന്തര സേവനങ്ങൾക്കും ഇനി 112 എന്ന നമ്പറിൽ വിളിക്കാം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.